ഈ ഒരു മിസ്റ്റേക്ക് കാരണം ചിലപ്പോൾ നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് എക്സാം തന്നെ തോക്കാൻ ചാൻസ് ഉണ്ട്. ഹലോ ഗുട്ടൻ ടാഗ്, ഇഷ് ഹൈസ കൃഷ്ണ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നവർ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് മിസ്റ്റേക്സിനെ പറ്റിയിട്ടാണ്. ഈ A1 A2 ഒക്കെ പഠിക്കുന്ന ജർമ്മൻ ലാംഗ്വേജ് ബിഗിനേഴ്സിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു മിസ്റ്റേക്കാണ് ഈ സെൻറ്റൻസ് സ്ട്രക്ചറിൽ വരുന്ന തെറ്റുകൾ. ഈ ഒരു തെറ്റ് നമ്മൾ ക്ലിയർ ആക്കിയാൽ തന്നെ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് എക്സാംസ് പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും. സെൻറ്റൻസ് ബിൽഡിങ്ങിൽ വരുന്ന മെയിൻ മിസ്റ്റേക്ക് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ബേസ് ഇടുമ്പോൾ തൊട്ടേ ഇത് ഇംഗ്ലീഷ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കുന്നതുകൊണ്ടാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിട്ട് ജർമ്മൻ ഡയറക്റ്റ്ലി ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ A1 A2 നമുക്ക് ഈസി ആയിട്ട് തോന്നുമെങ്കിലും B1 B2 പോലുള്ള അഡ്വാൻസ് ലെവൽസിലേക്ക് പോകുമ്പോൾ ഇത് വളരെ ടഫ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. ഡോയ്ഷിൽ മെയിനായിട്ട് സെൻറ്റൻസ് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് മെയിനായിട്ട് സെൻറ്റൻസുകൾ പോവുക. ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഓരോ ലെവൽ കഴിയും തോറും വന്നുകൊണ്ടേയിരിക്കും. അതൊക്കെ നമ്മൾ അപ്പോൾ പഠിച്ച സെൻറ്റൻസ് ബിൽഡ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെൻറ്റൻസ് സ്ട്രക്ചറിൽ വരുന്ന മിസ്റ്റേക്സ് ഈസി ആയിട്ട് ഒഴിവാക്കാൻ പറ്റും. സോ ഈ ഒരു കാര്യത്തിൽ നമ്മളൊരു തീരുമാനമാക്കി കഴിഞ്ഞാൽ എക്സാമിലും നമുക്ക് സ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം പെട്ടെന്നാക്കാൻ പറ്റും.